ഹലോ നമസ്കാരം. ഇന്നൊരു ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പിള്ളേരെയും കൂടി ഒരു ഓഫ് റോഡ് ട്രിപ്പ്, അത് നമ്മുടെ പറമ്പിക്കൂടത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ പിള്ളേരെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇന്ന് പിള്ളേരെയും കൂടി ഒറ്റ പോക്ക്. അടിപൊളി. പറമ്പൊക്കെ ശരിയായി വരുന്നു. കുറേ ഭാഗമൊക്കെ എനിക്ക് ഇതിൻ്റെ അകത്തെ കുറേ തടികളൊക്കെ മുറിച്ച് ഞാൻ മാറ്റിയതാണ്. ഇത് മോള് ഭാഗം നന്നായിട്ട് പുല്ലായി, ഇഷ്ടംമാതിരി പുല്ലായി. ഇപ്പോൾ കന്നാലി ഇറക്കി വിടേണ്ട സമയമായി. ഇനിയിപ്പോൾ പുല്ലായി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ പള്ളയൊന്നും ഉണ്ടാകത്തില്ല, ഇനി പുല്ലിങ്ങനെ നിൽക്കും. കന്നാലി ഇറക്കി വിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകുന്നേ ഉള്ളൂ. വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തൊന്നും കൊങ്ങിണിയൊന്നുമില്ല, അങ്ങനെ കൊങ്ങിണിയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാട് പോലെ പിടിക്കാവുന്ന പരിപാടിയില്ല. ഇവിടെ പുല്ലുണ്ടായിക്കഴിഞ്ഞാൽ അത് പുല്ലായിട്ട് തന്നെ നിൽക്കും. പിന്നെ കുറേയിടമൊക്കെ ഈ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ മരങ്ങളും അതൊക്കെ ഉണ്ട്. പണി ധാരാളം ഉണ്ട്. എന്നാലും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ഏതൊക്കെയായാലും നമ്മൾ പറമ്പിങ്ങനെ കിടക്കുമല്ലേ. നമുക്കൊരു പഴയ വണ്ടിയുണ്ട്. വണ്ടിയാണ് കലിപ്പനാട്ടോ. ഞാൻ കഴിഞ്ഞ 10-14 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇന്ന് വരെ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പോകും. അവൻ്റെ അവസാന കാലഘട്ടം. അപ്പോൾ അവനും ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരെയും കൂട്ടി ഇറങ്ങുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. നല്ല അടിപൊളി ട്രിപ്പാണ്. ഇങ്ങനെയുള്ള പറമ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇത് ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന സ്ഥലമല്ലേ. ഒരു വീടിൻ്റെ സ്ഥലം മേടിക്കുന്ന മുടക്കേ വരത്തുള്ളൂ. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ പിള്ളേർക്ക് സ്കൂളൊക്കെ അവധിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് ഒറ്റ പോക്ക്, അവർ റിലാക്സ്, അവർക്കും അതങ്ങ് യൂസ്ഡായി. അവരിങ്ങനെയുള്ള ട്രിപ്പുകളും യാത്രകളൊക്കെ അവർക്കും അങ്ങ് പരിചയമായി. ആ പിള്ളേർക്കൊരു ആനന്ദമാണ്. അത് വീട്ടിലിരുന്ന് ഏത് സമയം ഈ TV കണ്ടുകൊണ്ടിരുന്ന പിള്ളേരെ ഒന്നിനും കൊള്ളിയല്ല. ഇതെൻ്റെ അഭിപ്രായമാട്ടോ. പിള്ളേരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ സാധാരണ ഇരിക്കുമ്പോൾ ഞാൻ ട്രാക്ടറെ ഇറക്കി നിന്ന് കറക്കാൻ കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഞാനിങ്ങനെ ട്രിപ്പുകൾ നമ്മൾ പറമ്പിൽ കൂടെ കൊണ്ടുപോകും. പിന്നെ പറമ്പിൽ വല്ല പശിയോ തേനോ എന്തൊക്കെ ഇരിപ്പഴേ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അതൊക്കെ ചെയ്യുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര സന്തോഷം. കുറേ ഇടയൊക്കെ ഇങ്ങനത്തെ കാട് പിടിച്ച സ്ഥലങ്ങളാണ്. കുറേ തടിയൊക്കെയാണ് അവിടെ നിന്നൊക്കെ വെട്ടി മാറ്റി കുറേ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അകത്തൊന്നും നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതിനകത്തൊക്കെ കന്നാലി നടന്നത് തീറ്റയൊക്കെ തിന്നുള്ളൂ. അത് പ്രത്യേകം ഒന്നും ചെയ്യാനൊന്നുമില്ല. നേരത്തെ ഞാൻ മുറിച്ചിട്ട കുറേ കമ്പുകളും തടികളെല്ലാം റോട്ടിൽ കിടക്കുക. വണ്ടി കടന്നു പോകത്തില്ല. ഇതെല്ലാം ഒന്ന് വലിച്ചു മാറ്റിയിടേണ്ടി വരും. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വീണ് കിടപ്പണം. മരങ്ങളൊക്കെ ഒടിഞ്ഞും ചാടിയൊക്കെ. അതൊക്കെ മുറിച്ച് മാറ്റണം. എങ്ങനെയുണ്ട് എൻ്റെ പറമ്പ്? അടിപൊളിയാണോ? ഇതൊരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമ്മൾ കന്നാലി വളർത്താൻ വേണ്ടിയല്ലേ. ഇതിനകത്ത് വേറെ പച്ചക്കറികളൊന്നും ചെയ്യാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടും. അല്ലാതെ നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യാം. നമുക്ക് പല രീതിയിൽ ടൂറിസമായിട്ട് ഉപയോഗിക്കാം, ഓഫ് റോഡ് ട്രിപ്പായിട്ട് ഉപയോഗിക്കാം. നല്ല ഹില്ലുകളൊക്കെ ഉണ്ട്, അതിലേക്ക് ഓഫ് റോഡ് ചെയ്യിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കിട്ടുന്ന ഫെസിലിറ്റി യൂസ് ചെയ്യുക. കാടാണെങ്കിൽ കുഴപ്പമില്ല. 10 സെൻറ്റ് സ്ഥലം നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന, അതല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് മേടിക്കുന്ന വിലയുള്ളൂ ഈ സ്ഥലത്തിൻ്റെ വില. അപ്പോൾ ഉള്ളത് എൻജോയ് ചെയ്യുക. കുറച്ച് കന്നാലിയൊക്കെ മേടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നടന്ന് തിന്നോളൂ. നല്ല പുൽമേടുകളൊക്കെ ഉണ്ട് മുകൾ ഭാഗത്തൊക്കെ. നല്ല മരങ്ങളും നല്ല രസമാണ്. എന്നാൽ ഒരുവിധമൊക്കെ തെളിച്ചിടുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോയി ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു വൈകിട്ടൊക്കെ പോയി താമസിക്കാനും അങ്ങനെ തോക്കൊക്കെ ഉണ്ട് വെടിവെക്കാനും ഒക്കെ നല്ല മൃഗങ്ങളൊക്കെ, ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കാണും ഇതിൻ്റെ അകത്ത്. അവിടെ നല്ല ഫ്രീ ഉള്ള ടൈമിൽ ചുമ്മാ കറങ്ങാൻ പോവുക, ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ ചെയ്യുക. മനസ്സിനൊരു ആനന്ദം. ഇതൊക്കെ ഞാൻ മേടിച്ചിരിക്കുക എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല. ഇതിന് ലാഭത്തിനൊന്നുമല്ല. ഞാൻ പണ്ടും പറഞ്ഞല്ലോ, ഇത് ലാഭമൊന്നുമില്ല. ചുമ്മാ ഇരിക്കും. നല്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഓടിക്കുക. നമുക്ക് ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ആകെയുള്ള എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയണേ, വെള്ളമടിക്കുന്നവർ വെള്ളമടി, അതല്ലെങ്കിൽ വൈകിട്ട് കളിക്കാൻ പോകുന്നവർ കളിക്കാൻ പോകാം. എപ്പോഴും കളിക്കാനൊന്നും ആരും ഇല്ലല്ലോ. അടിപൊളി ഒരു മരം ഇത് കണ്ടപ്പോൾ ഞാനിത് ഈന്ത് പോലെയുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ ഈ പറമ്പിനൊക്കെ എൻജോയ് ചെയ്യുക. ഇതിനകത്ത് മൊത്തം കൃഷി ചെയ്യാനുള്ള ഒരു പ്ലാനൊന്നും അല്ല കേട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ തെളിക്കാനുള്ളത്. ഇതൊന്നും തെളിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വേണമെങ്കിൽ ഒന്നൊരു വെട്ടിക്കൂട്ടും. ഈ ഉണങ്ങി കിടക്കുന്നതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയൊക്കെ ചെയ്താൽ മതി.
പിന്നെ കന്നാലിക്ക് നടന്ന് തിന്നാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനത് മൊത്തം നല്ല പുല്ലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ ഓഫ് റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലം നിങ്ങൾ ഈ 10 സെൻറ്റ് സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കുക, എന്നിട്ട് അടിച്ച് പൊളിക്കുക. ലൈഫ് ഈസ് വൺ, എൻജോയ്.